ഞങ്ങളങ്ങനെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇറങ്ങി എല്ലാം കഴിഞ്ഞു. നിങ്ങൾ കണ്ടില്ല അവിടുത്തെ വൈബ് എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ്ട് പോന്ന്. പിന്നെ ഇപ്പോൾ വരുന്ന വഴിക്ക് മറ്റേ ലോങ്ങസ്റ്റ് മറ്റേ ഇതിൻ്റെ സിപ്പ് ലൈൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളുടെ റോപ്പുമ്മ കയറിയിട്ട് ഇതായി പോകുന്നത്. അത് ആരുടെ ഫോണ് വെല്ല ചെയ്യുന്നുണ്ടല്ലോ, സുബിരാന്നുണ്ട്. ഇതാ അതെ 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 ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് എന്തായാലും. ഓക്കെ 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 ഇപ്പോൾ KSRTC ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരെന്ന് എന്ത് പറ? സൂചിപ്പാറ. ഞാൻ പെട്ടെന്ന് മറക്കൂട്ട പേരുകൾ. ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്ന് അവിടെ നിന്ന് വന്നിട്ട് ഏകദേശം 1 കിലോമീറ്റർ വേണ്ട, ഒരു 1.5 കിലോമീറ്റർ ആകുമ്പോഴേക്കും പോകുന്ന വഴിയിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് വണ്ടി ഇറങ്ങിക്കൂടെ? നിങ്ങൾക്ക് ഇറങ്ങിക്കൂടെ? കാർ കൂടെ ആൾക്കാളാ വളച്ചമ്പുരാനെ. ഗൾഫിൽ നിന്ന് എത്ര മാസത്തേത്? ഹലോ എങ്ങനെ വടക്കേക്കാട് സാധനം ഇന്നെത്തുവോ? ഇന്നെത്തൂല്ലേ? അപ്പൊ പുതിയറ പള്ളിയുടെ എവിടെയാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ അവിടെ ഇല്ല. പക്ഷെ ഞാനൊരു വേറൊരു വീട് പറഞ്ഞു തരാം, അവിടേക്ക് എത്തിച്ചാൽ മതി സാധനം. പുതിയറയിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തത്. ഞാൻ ഇപ്പൊ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. കോൾ വന്നത് ഞാൻ മുമ്പ് ഞാൻ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കാർഗോ കഴിഞ്ഞ നവംബറിൽ വിട്ട ഫെബ്രുവരിയിൽ വിട്ട കാർഗോ ഇതുവരെക്കും വീട്ടിലെത്തിയിട്ടില്ല എന്ന് കുറച്ച് ടൂൾസും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്തി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലവർ അവിടെ ഉണ്ട്, എത്താനായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വിളിച്ചാണ്. പക്ഷെ നമ്മളിപ്പോൾ വയനാടാണ്. ഇനി ഇവിടെ നിന്നാണ്ട് പോയി എത്തുമ്പോഴേക്കും ഞാൻ വേറെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ റോപ്പ് നമ്മളുടെ ഈ ഉരുക്ക് കമ്പി ഉണ്ടല്ലോ, അതിൽ കൂടി ഇവിടെ നിന്നാണ്ട് പോകലാണ്. അപ്പോൾ 250 രൂപയാണ്. ഞങ്ങൾ നേരത്തെ പോകുന്ന സമയത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. 250 രൂപയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് നമുക്ക് കയറി നോക്കാം. എനിക്ക് വലിയ ധൈര്യമില്ല കേട്ടാ, ബാക്കിയുള്ളവരൊക്കെ സെറ്റാണ്. എന്തായാലും ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ എനിക്ക് പേടിയാണ്. എന്നാള് മറ്റേ റോപ്പ് വേല തന്നെ കേറിയിട്ട് താഴ്ത്തി പോക്കണ സമയത്ത് ഒരു ചാടി കാലുമ്പോ ഇങ്ങനെ ബെറ വന്നു എനിക്ക്. അന്നേരത്താണ് ഇവിടെ താഴത്തൊന്നുമില്ലാണ്ട് വെറും സഡ്യമ മാത്രം കെട്ടിയിട്ട് അസറഫ് അഫ്സല് എത്ര 4 ആള് അല്ലേ? ആദ്യം നിങ്ങളുടെ മാസ്ക് ഇടും. ഇതെടുത്തോ, ഹാബ് എടുത്തിട്ടോ. ഗുഡല്ലേ? റെഡി അല്ലേ? റെഡിയാണ്. ഒന്നും നോക്കാല്ല. ഇവിടുന്ന് എത്ര ടൈം ഓടിക്കാണ്ട്? 50 സെക്കൻഡ്. 1 മിനിറ്റ് അത്ര ഉണ്ടാവുള്ളൂ അല്ലേ? എത്ര റേറ്റ്? 250 രൂപ പെർ പേഴ്സണ്. 250 രൂപ ഉണ്ട് അവിടെ പറയുന്നത്. 50 സെക്കൻഡ്, ഏകദേശം 1 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മളുണ്ട്. 50 സെക്കൻഡേ പോകണം. അപ്പോൾ കറക്റ്റ് പക്കായിരിക്കും അല്ലേ? എല്ലാവർക്കും ഒറ്റ ടൈമിൽ തന്നെ അല്ലേ? വെയിറ്റിനനുസരിച്ച് അല്ലേ? ഓക്കെ. ആവറേജ് വെയിറ്റ് ഇത് ആവറേജിലും കൂടുതലാണ്. അപ്പൊ അടുത്ത ആൾ ഫസ്റ്റ് ഓരോരുത്തരോട് കയറിക്കൂടും. ഫസ്റ്റ് അഷറഫ് ആരാണ്? ഈ ധൈര്യം കൂടുതലുള്ളവര് ഇങ്ങോട്ട് ആദ്യം വാ. കുട്ടികളെ കേട്ടോ? ഒരാളെ പേര് സിദ്ദീഖ്. 25 കിലോന് ഒരു ഞങ്ങള് തിരുവത്ര ചാവക്കാട്. നമ്പർ 98 95 ടിക്കറ്റ് അവിടെ കാണിക്കാം. നിങ്ങളുടെ അവസ്ഥ ഇതാ പൈസ ഇതിന്റെ മുകളിലേക്ക് കയറണം. ഇവിടുന്ന് ബെൽറ്റ് ഒക്കെ ഇടണം. ഇവിടുന്ന് ബെൽറ്റ് ഒക്കെ ഇടും.
അവരൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. ആരെങ്കിലും ഒരാൾ ഓക്കെ. ആ ഡ്രസ്സിൻ്റെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. സാർ ഇതേപോലെ ഇപ്പോൾ മുണ്ട് കണ്ടില്ലേ, ഏത് പൊസിഷനുള്ള ആ മെയിൻ സ്ട്രാപ്പ് നേരെ വേണം. ഞാൻ പോണു. സുബിക്ക് വാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എവിടെ? ചൂരമല നേരെ അടുത്ത ടൗണ്. സ്ട്രൈറ്റ് റോഡ് 2.5 കിലോമീറ്റർ. ചൂരൽമല എന്താ അവിടെ പ്രത്യേകത? അത് ജസ്റ്റ് ടൗണിന്റെ പേരാണ്. അത് ശരി, അല്ലാതെ വേറെ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നല്ല അല്ലേ? അല്ലല്ല, അത് ചെറിയ ഹിൽ സ്റ്റേഷൻ ഒക്കെയാണ്. ഓക്കെ ഓക്കെ. അടുത്താള് ഏത്? ഇത് ലൂസായി പോണെന്ന് പറയുന്നു. അല്ല, മേലെ ഒന്നുകൂടി ചെക്ക് ചെയ്യും. അത് അവരുടെ ഡ്രസ്സിന്റെ കൊണ്ടാണ് നമ്മൾ വെറുതെ ആയതുകൊണ്ടാണ് അങ്ങനെ. രണ്ടാമത് ഒന്നുകൂടി ചെക്ക് ചെയ്ത് മൊത്തം റീചെക്ക് ചെയ്യൊക്കെ വിടും. മേഡം മേലോട്ട് കയറി. ഞാനൊന്ന് അതിന്റെ മുകളിൽ കയറട്ടാ. ഫോട്ടോ എന്റെ പൊന്നെ, ഇത് കേറുമ്പോ തന്നെ ആകെ പേടിയാണല്ലോ. അങ്ങനെ അഫ്സല് ഇതിന്റെ മുകളിൽ അഫ്സൽ റെഡി. പിടിക്കണോ? പിടിക്കരുത്. ഹേർട്ട് ബീറ്റ് വെച്ചോക്ക്. ഞാനിപ്പോ ഇവിടെ പിടിക്കുക. വേറെ സാധനം വരും. ഇരിക്കാന് റെഡിയാണോ? എങ്ങനെയുണ്ട്? സെറ്റല്ലേ? സെറ്റല്ലേ? അയ്യോ, അതിന്റെ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കണം. നെക്സ്റ്റ് വൺ. ഇത് സൗണ്ടാ? ഇരിക്കുമ്പോ ഒന്നും കൂടി ടൈറ്റാകും. അധികം ടൈറ്റാക്കാത്ത ഒന്ന് പൊന്തിരുന്നേ. കാല് പൊന്തിച്ച കാല് രണ്ടു കാല് പൊന്തിക്കും. രണ്ട് കാല് പോയി. ഓക്കെ, മുന്നോട്ട് ടേബിളിൽ പിടിച്ചേക്കരുത്. ഇതിൽ മാത്രമേ പിടിക്കാൻ പാടുള്ളൂ. ഇത് രണ്ടും കൂടി കൂട്ടി പിടിച്ചു. അല്ലേ? ഇതിന്റെ കൂടെ ഇവിടെ തൊട്ട് താഴെ വരെ ഇവിടെ പിടിച്ചോ. കെട്ടിന്റെ അവിടെ പിടിച്ചോ. കെട്ടിന്റെ അവിടെ പിടിച്ചോ. അപ്പൊ മുറുകി പിടിക്കാമല്ലോ. ഇരുന്നോ? അയിമിരുന്നോ? എങ്ങനെയുണ്ട് തുബിയ? കൈ ടൈറ്റ് പിടിക്കണ്ട. തുബിയ എങ്ങനെയുണ്ട് തുബിയ? ഭയങ്കര മൂളിച്ചിട്ട് വീല്. ഇത് പൊട്ടൊന്നുമില്ലല്ലോ. കണ്ണടങ്ങാനും താരം നിലത്തുക്കോ? ഇല്ലല്ല. അങ്ങോട്ട് എന്താണ് പേടിയാണ്.
ഇവിടെ ഇവിടുത്തെ അവസ്ഥ എന്താ? ഇവിടെ ഇല്ലടാ, ഇവിടെ കുഴപ്പമില്ലടാ. ഇത് ജെന്റിൽമാനാണ്, ഇവിടെ കുഴപ്പമില്ലടാ. ഇവിടെ സ്റ്റെപ്പ് കയറി എന്നാണ്. അത് പോയാൽ മാത്രല്ല, ഈ വന്ന മൊത്തം ഓഫ് റോഡ് പോലെ നല്ല സെറ്റപ്പ് ആയിട്ട്. എങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? പൊളി. എന്താണ് എക്സ്പീരിയൻസ്? അടിപൊളിയാണോ? പേടി ഉണ്ടായിരുന്ന അങ്ങക്ക്? ഇത് കാണുമ്പോൾ പേടി മാത്രമല്ല, ഇവ കയറി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് തന്നെ. ഓഴയല്ലേ, ഒന്നുകൂടി പോരാൻ തോന്നുന്നുണ്ട്. മോനെ ക്യാമറയും കൈ പിടിച്ചിട്ട് തന്നെ നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. ടാറ്റാ. നിങ്ങളെല്ലാരും കുട്ടികളൊക്കെ പോയിട്ട് പിന്നെ ഞാൻ പോയിരിക്കല് ശരിയല്ലല്ലോ. ഇത് പിടിക്കാം കേട്ടോ. സിനാനോട് ഞാൻ പോട്ടെട്ടാ. സിനാൻ ലാസ്റ്റ് വന്നാൽ മതി. അവിടെ നിന്ന് വീഡിയോ എടുക്കാം. എന്റെ കാലൊക്കെ അത് പറക്കണ്. അങ്ങനെ തൊട്ടാക്കിയാ കിട്ടില്ല, നോക്കട്ടെ, പോയോക്കട്ടെ. ഞാൻ ഒന്നുകൂടി പോണ്ട്. അവിടെ പോയിട്ട് ആട്ടണ്ടോ? അവിടെ എത്താത്തവരെ, വെയിറ്റ് കുറഞ്ഞവരെ കേബിൾ ആട്ടി അങ്ങോട്ട് എത്തിക്കുന്നു. അത് ശരി. ഞാനവിടെ കേബിൾ ആട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ ഡിച്ച് കയറി കയറുന്നു. അപ്പൊ ഇവനെ ആട്ടി ആട്ടി എത്തിക്കേണ്ടി വരില്ലോ. ഞാൻ നോക്കാം, നമുക്ക് അവിടുത്തെ വീഡിയോ കാണാം. അല്ലാ, തിരിച്ചു പിടിച്ചോ. അത് ഞാൻ പോകുമ്പോ എടുത്തോണ്ട്. അടിപൊളി. പോണു മക്കളെ. പോണി ഞാന് കുടിച്ചാ കുടിച്ചാ ഇനി കയറണം. കയറി. ഇറങ്ങിക്കോ. ഓക്കേ, പിടിയടേ പിടിയടേ. അടിപൊളി എക്സ്പീരിയൻസ് ഇട്ടാ. നിങ്ങള് നേരല്ലേ വന്നത്? ഞാൻ വേറെ ഞാനും റിവേഴ്സ് വന്നേ. എന്നിട്ട് ഞാൻ കിടന്ന് കറങ്ങണ്. ഫസ്റ്റ് അങ്ങനെ ഇരിക്കും, പിന്നെ ഇങ്ങോട്ട് ഇരിക്കും. ഈ സാധനത്തിന് ബ്രേക്കിംഗ് സിസ്റ്റം കേട്ടാ. ചെരുപ്പ് വെച്ചിരിക്കണ? ചെരുപ്പല്ല, ചെരുപ്പിന്റെ അത് റബ്ബറാണ്. അവിടുന്ന് സ്റ്റെക്ക് ഉണ്ട്. സിനാൻ വരുന്നുണ്ട്. സിനാ തിരിയോ? തിരിഞ്ഞാ മതിയാ തിരിയോ? സിനാ പേടിച്ച്. അങ്ങനെ തന്നെ നേരെ പോയാൽ മതി. ഈ പൊന്തിപ്പോവല്ലേ അവിടക്ക്? ഞാനുണ്ടോ പാപ്പ? ഞാനില്ല. അയ്യോ
തേയിലത്തോട്ടത്തിലൂടെയുള്ള യാത്ര. ചേട്ടാ അതിന്റെ വീഡിയോ എടുത്തില്ല എല്ലാവരും. അതിന് തോന്നുന്നുണ്ടല്ലേ. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള യാത്ര ഇതിലാണ്ടാ, ജീപ്പിലാണ്. ജീപ്പല്ല, കാറ്. കമ്പിയൊന്നുമില്ല. കമ്പിയൊന്നുമില്ല ഇല്ല. റെക്കോർഡിംഗ് ആണ്. പേടിക്കാനില്ല. ഞാൻ വിചാരിച്ചു നല്ല പേടിക്കാനോ പോണ സമയത്ത് പേടിക്കാനും പിന്നെ പോകാൻ അതിനൊന്നും കൂടി പോവാൻ തോന്നുന്നു എനിക്ക്. തന്നെ പേരെന്ത്? Zipline. തേയിലത്തോട്ടത്തിലൂടെയുള്ള യാത്ര അടിപൊളി. എന്താണ് എക്സ്പീരിയൻസ് പറയൂ? എക്സ്പീരിയൻസ് വളരെ തുടക്കത്തിൽ പേടിണ്ടായിരുന്നു. നല്ല ഇതായിരുന്നു. നല്ല സുഖം ഉണ്ടായിരുന്നു. ഇനി ഇവിടെ എന്റെ എക്സ്പീരിയൻസ് എന്താ? നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് പറയും. ഒന്നുകൂടി പോവാൻ തോന്നണോ? തുടക്കത്തിൽ പേടി, പിന്നെ ഷെയറായി, പിന്നെ ഓക്കെ. ഇപ്പൊ ഒരു ട്രിപ്പേ പോവാൻ പാടുള്ളൂ. ഇനി എന്നെങ്കിലും വരുമ്പോ നമുക്ക് വീണ്ടും കേറാം. അടിപൊളി ഓഫ് റോഡ് ഇട്ടാ.